പാക് ഭീകര സംഘടനയായ ലഷ്കർ എ തോയ്ബയുടെ പ്രധാനപ്പെട്ട സ്ഥാപകരിൽ ഒരാളായ അമീർ ഹംസയ്ക്ക് ഗുരുതരമായി എന്തോ പരിക്കുപറ്റി എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതത്തിനെതിരായ പല ഭീകരവാദികളും പല സ്ഥലങ്ങളിൽ വെച്ച് കൊല്ലപ്പെട്ടതായിട്ടും ഉള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം ലാഹോറിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് എന്തോ അപകടം സംഭവിച്ചുവെന്നും ഗുരുതരമായി പരിക്കേറ്റ അമീർ ഹംസ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഒക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ എങ്ങനെയാണ് ഈ അമീർ ഹംസയ്ക്ക് അപകടം സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെയില്ല. അദ്ദേഹത്തിന് വീട്ടിൽ വെച്ച് വെടിയേറ്റതാണെന്നുള്ള അഭ്യൂഹം പ്രചരിക്കുന്നുണ്ട്. ഇയാൾക്ക് പരിക്കേറ്റത് വീട്ടിനുള്ളിൽ നടന്ന എന്തോ ഒരു അപകടത്തിലാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ചില ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ പ്രചരിക്കുകയാണ്. എന്നാൽ വെടിയേറ്റണമാണെന്നുള്ള അഭ്യൂഹം ചില അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞതായും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്തായാലും നിരോധിത ഭീകര സംഘടനയായ ഈ ലഷ്കറിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അമീർ ഹംസ. അദ്ദേഹം തീവ്രവാദ പ്രസംഗങ്ങളിലൂടെയും അതുപോലെ തന്നെ ലഷ്കർ എ തോയ്ബയുടെ നിരവധി പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഒക്കെ ഇയാൾ കുപ്രസിദ്ധി നേടിയ ആളായിരുന്നു. ഇദ്ദേഹം ഉൾപ്പെടുന്ന 17 ഭീകരവാദികൾ ചേർന്നാണ് ലഷ്കർ എ തോയ്ബ ആദ്യം സ്ഥാപിച്ചത്. ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്ന ആളാണ് ഇദ്ദേഹം. ലഷ്കറിനായുള്ള പണം സ്വരൂപിക്കുന്നതിനും റിക്രൂട്ട്മെന്റും നടത്തുന്നതിനും അതുപോലെ തന്നെ ഭീകരരെ വിട്ടയക്കുന്നതിനുള്ള മീഡിയേറ്റർ ചർച്ചകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ച ആളാണ് ഈ അമീർ ഹംസ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. 2018 ഏതാണ്ട് സാമ്പത്തിക സഹായങ്ങളൊക്കെ ഇതിന് കുറഞ്ഞു തുടങ്ങിയതോടുകൂടി ലഷ്കറുമായി ഇതകന്ന് അദ്ദേഹം മറ്റൊരു സംഘടന രൂപീകരിച്ചു. ജെയ്ഷെ മൻഫാഖ എന്ന സംഘടനയിലാണ് മറ്റൊരു ഭീകര സംഘടന സ്ഥാപിച്ചത്. ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത് നിരന്തരമായ ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പുതിയ ഭീകര സംഘടന രൂപീകരിച്ചെങ്കിലും അമീർ ഹംസ ലഷ്കർ നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്തായാലും ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എന്തായാലും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളിൽ പല ആളുകളും പല ഭീകരവാദികളും പലയിടത്ത് വെച്ച് കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിൽ പലരും ഇന്ത്യയെ സംശയിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ അജിത് ഡോവൽ അടങ്ങുന്ന സംഘം ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദികളെ വകവരുത്തുന്നതിന് കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നിരോധിത ഭീകര സംഘടനയായ ഈ ലഷ്കറിന്റെ മുതിർന്ന നേതാവായ അമീർ ഹംസയെ വധിച്ചത് അങ്ങനെ എന്തെങ്കിലും നീക്കത്തിലാണോ എന്നതിനെ സംബന്ധിച്ച് യാതൊരു സ്ഥിരീകരണവുമില്ല. എന്നാൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതെന്നും അത് വളരെ ഗൗരവമുള്ള പരിക്കാണെന്നും ചിത്രങ്ങളും ഒക്കെ നിരവധി മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, ജമ്മു ആൻഡ് കാശ്മീരിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ ശക്തമായ തിരിച്ചടികളാണ് പല മേഖലകളിലും നൽകിയത്. പ്രത്യേകിച്ച് ഭീകരവാദികളുടെ നാഡി ഞരമ്പ് അറുത്ത് ഇല്ലാതാക്കുന്നതിനാണ് ഭാരതം പരമാവധി പരിശ്രമിച്ചത്. ഇപ്പോഴാണ് ഇന്ത്യയെ സന്തോഷപ്പെടുന്ന ലഷ്കറിന്റെ മുതിർന്ന നേതാവായ ഈ അമീർ ഹംസ വളരെ എന്തോ കാര്യമായ അപകടം പറ്റിയെന്നുള്ള വാർത്ത വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഭാരതം എന്ന് പറയുന്നത്. ഭീകരവാദികളുടെ അടിവേരറുക്കുവാനുള്ള ഭാരതത്തിന്റെ ശ്രമങ്ങളിൽ ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളും ഒരുപക്ഷെ മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ സംഭവം വേണ്ട. അതൊരു പക്ഷേ ഭാരതത്തിന്റെ ഇടപെടലോടെയായാലും അല്ലാതെയായാലും, അതല്ല അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പരിക്ക് പറ്റിയതായാലും, എങ്ങനെയായാലും ഭീകരർക്ക് ഇത് നല്ല കാലമല്ല എന്നുള്ളതാണ് ഇതൊക്കെ നൽകുന്ന പാഠം.